ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം 11-ാം അനുഭാഗത്തിലെ ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് നോക്കിയത്. ഇനി 11-ാം അനുഭാഗം രണ്ടാമത്തെ മന്ത്രം നോക്കാം. മന്ത്രമൊന്ന് ചൊല്ലാം. അല്ല, ഒന്നാമത്തെ മന്ത്രം ഇതായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അതൊന്നുകൂടെ ചൊല്ലാം. 11-ാം അനുവാദത്തിലെ ഒന്നാമത്തെ മന്ത്രം കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ്, വ്യാഖ്യാനിച്ചിരുന്നതാണ്. അത് ഒന്നുകൂടെ ചൊല്ലി രണ്ടാമത്തിലേക്ക് പോകാം. സഹസ്രാണി സഹസ്രശോയേ രുദ്ര അതിഭൂമിയാം തേഷാകം സഹസ്രയോജനേ ബധന്വാനി തന്വസി. ഇതിൽ തേഷാകം സഹസ്രയോജനേ അവധന്വാനി തന്മസി, തേഷാകം സഹസ്രയോജനേ വധന്വാനി തന്മസി എന്നുള്ളത് ഇനി വരുന്ന മന്ത്രങ്ങളിലും അത് ചേർത്ത് വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ മന്ത്രം നോക്കാം. അസ്മിൻ മഹത്യർണവേ അന്തരീക്ഷേ ഭവ അധി. അസ്മിൻ മഹത്യർണവേ അന്തരീക്ഷേ ഭവ അധി. പിന്നെ ആ മുൻമന്ത്രത്തിൽ വന്ന തേഷകം സഹസ്രയോജനയെ വധന്വാനി തന്മസി എന്നുള്ളത് വ്യാഖ്യാനത്തിൽ ചേർക്കണം. അത് അണ്ടർസ്റ്റുഡാണ്, അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 1-ാമത്തെയും 10-ാമത്തെയും മന്ത്രത്തിലാണ് ഇത് തേഷാകം സഹസ്രയോജനയെ വധന്വാനി തന്മസി എന്നുള്ളത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇടയിലുള്ള മന്ത്രങ്ങൾ മുഴുവനും ഇത് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു, അതായത് വ്യാഖ്യാനം ചെയ്യേണ്ടിയിരിക്കുന്നു. മന്ത്രം ചൊല്ലുമ്പോൾ അതിനാവശ്യമില്ല. മന്ത്രം ചൊല്ലുമ്പോൾ 1-ാമത്തെ മന്ത്രവും അതുപോലെ തന്നെ 10-ാമത്തെ മന്ത്രത്തിലും തേഷാകം സഹസ്രയോജനേ വധന്വാനി തന്മസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ ചൊല്ലിയാൽ മതി, ബാക്കിയുള്ളത് ചൊല്ലേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ മന്ത്രം അസ്മിൻ മഹത്യർണവേന്തരീക്ഷേ ഭവ അധി. കഴിഞ്ഞ മന്ത്രം നമ്മൾ കണ്ടു. സഹസ്രാണി സഹസ്രശഃ, എണ്ണമറ്റ രുദ്രന്മാർ, അതായത് രുദ്രഃ പരമേശ്വരഃ അനേകാ രുദ്രാഃ ഭൂത്വാ അസംഖ്യാകാഃ രുദ്രാഃ ഭൂത്വാ. ശ്രീ പരമേശ്വരൻ, ശ്രീരുദ്രൻ അനേക രുദ്രന്മാരായിക്കൊണ്ട് നിന്നുകൊണ്ട് സകല സ്ഥലത്തും സർവദേശേ സർവപ്രദേശേ നിവസതി തിഷ്ടന്തി സഞ്ചരന്തി, താമസിക്കുന്നു അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു, അവിടങ്ങളെല്ലാം സഞ്ചരിക്കുന്നു. എങ്ങനെയാണ്? ആയുധാനി ഹസ്തേ തിഷ്ടന്തഃ സഞ്ചരന്തി. ആയുധങ്ങൾ, ഈ രുദ്രന്മാരെല്ലാം തന്നെ അഥവാ രുദ്രഗണങ്ങൾ, ആയുധങ്ങൾ, പലവിധത്തിലുള്ള ആയുധങ്ങളും കയ്യിലേന്തി സഞ്ചരിക്കും. നമ്മൾ കണ്ടു. എന്തിനായിട്ട്? സംഹാരാർത്ഥം. ആരെ സംഹരിക്കുന്നതിനായിട്ട്? അധർമ്മിഷ്ഠാൻ സംഹർത്തും. അധർമ്മികളെ ശിക്ഷിക്കുന്നവനായിക്കൊണ്ട് അധർമ്മിഷ്ഠാനാം സംഹാരാർത്ഥം സകല ദേശേ സഞ്ചരതി. ഇപ്പോൾ 1-ാമത്തെ മന്ത്രത്തിൽ ഭൂമിയിൽ മൊത്തം, ഭൂമോ തേ രുദ്രാഃ ആയുധാനി ഹസ്തേഷു വഹന്തഃ സഞ്ചരന്തി തിഷ്ടന്തി സഞ്ചരന്തി. അവിടെ സ്ഥിതി ചെയ്യുന്നു ആയിരക്കണക്കിന്, അതുപോലെ ആയുധങ്ങൾ ഏന്തി ഈ ആയിരക്കണക്കിന് രുദ്രന്മാർ സംഹാരാർത്ഥം ദുഷ്ടാനാം സംഹാരാർത്ഥം സഞ്ചരന്തി. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനായിട്ട് ധർമ്മിഷ്ഠാനാം രക്ഷണാർത്ഥം, ധർമ്മിഷ്ഠന്മാരുടെ രക്ഷക്കായിക്കൊണ്ടും സഞ്ചരിക്കുന്നതുണ്ട്. അപ്പോൾ ഇവിടെ ക്രുദ്ധന്മാരായിട്ടുള്ള രുദ്രന്മാരാണ്. അപ്പോൾ ഭക്തൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അല്ലയോ രുദ്രന്മാരെ, നിങ്ങളുടെ കൈകളിലുള്ള ഈ ആയുധങ്ങൾ, പ്രത്യേകിച്ചും ധനുസ്,
അതിൻ്റെ ഞാണഴിച്ചുകൊണ്ട് മറ്റുള്ള ആയുധങ്ങളെല്ലാം തന്നെ അടക്കം ദൂരെ സ്ഥാപയതു, ദൂരെ സ്ഥാപയന്തു ഹേ രുദ്രാഹ, അല്ലയോ രുദ്രന്മാരെ, ദൂരെ സ്ഥാപയന്തു, സ്ഥാപയതു സിംഗുലർ, സ്ഥാപയന്തു രുദ്രന്മാർ ബഹുവചനമാണ്, സ്ഥാപയന്തു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ മന്ത്രത്തിൽ അസ്മിൻ മഹത്യർണവേ, അസ്മിൻ ഈ മഹത്യർണവേ, മഹത്തായിട്ടുള്ള അർണവേ, അർണവത്തിലും, മഹത് സമുദ്രേ, ആ മഹത്തായിട്ടുള്ള സമുദ്രത്തിലും, അതുപോലെ തന്നെ അന്തരീക്ഷേ, ആകാശേ, ആകാശത്തിലും, അസ്മിൻ ഈ മഹത്യർണവയെ, മഹത്തായിട്ടുള്ള സമുദ്രത്തിലും, അതുപോലെ തന്നെ മഹത്തായിട്ടുള്ള അന്തരീക്ഷത്തിലും, ആകാശേ അഭി രുദ്രാഹ തിഷ്ടന്തി നിവസന്തി, സ്ഥിതി ചെയ്യുന്നു. പോലെ തന്നെ ഹസ്തേഷു വിവിധാനി ആയുധാനി ധൃത്വ സഞ്ചരന്തി സംഹാരാർത്ഥം, വിവിധ തരത്തിലുള്ള ഭീഷണാകാരമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള ആയുധങ്ങൾ കയ്യിലെന്തിക്കൊണ്ട് സംഹാരാർത്ഥം, ദുഷ്ടാനാം സംഹാരാർത്ഥം, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന പാപങ്ങൾ അതിനെ നിവാരണാർത്ഥം, പാപാൻ നാശിയതും, പാപത്തെ നശിപ്പിക്കുന്നതിനായിട്ടെന്നും പറയാം. ഭക്തന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാപങ്ങളെ നശിപ്പിക്കുന്നവനും, ദുഷ്ടന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ നിവാരണം ചെയ്യുന്നവരും ആയിക്കൊണ്ട് രുദ്രന്മാർ ക്രുദ്ധന്മാരായിട്ട് യുദ്ധസന്നാഹരായിട്ട് സഞ്ചരന്തി എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ അസ്മിൻ മഹത്യർണവേ അന്തരീക്ഷേ ഭവ അധി, സോ രുദ്രാഹ ആയുധാനി ഹസ്തേ ധൃത്വ സമുദ്രേ തിഷ്ടന്തി ചരന്തി, സമുദ്രങ്ങളിലും, ഈ മഹാസമുദ്രത്തിലും, അന്തരീക്ഷേ അഭി അന്തരീക്ഷത്തിലും, ചരന്തി നിവസന്തി ചരന്തി അവിടെ നിലകൊള്ളുന്നു, അതുപോലെ സഞ്ചരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഹസ്തേഷു അവരുടെ കൈകളിൽ, ആയുധാനി തീഷ്ണ ആയുധാനി ഹസ്തേഷു വഹന്തക തിഷ്ടന്തി ചരന്തി, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഭക്തൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അസ്മിൻ മഹത്യർണവേ അന്തരീക്ഷേ ഭവ അധി, അസ്മിൻ മഹാസമുദ്രേ, മഹത്യർണവേ, അർണവം സമുദ്രം, മഹത്യർണവേ മഹസമുദ്രേ രുദ്രാഹ നിവസന്തി, അതുപോലെ തന്നെ അഥവാ അന്തരീക്ഷം, മഹാസമുദ്രം അതിതിഷ്ഠതി ഈശത്വേന അതിതിഷ്ഠതി, ഈ മഹാസമുദ്രത്തിലും അതിതിഷ്ഠതി ഈശത്വേന തിഷ്ഠന്തി, ഈ രുദ്രന്മാർ, ഈ രുദ്രഗണങ്ങൾ ഈശത്വേനെ ഈശ്വരീകമായിട്ടുള്ള കഴിവുകളോട് തന്നെ എല്ലാവരും ഈശ്വരൻ തന്നെ, രുദ്രൻ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയാണ് നമ്മൾ കണ്ടു. ഈ രുദ്രൻ തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? അനേകാഹ രുദ്രാഹ ഭൂത്വ, അനേകം രുദ്രന്മാരായിക്കൊണ്ട് സകല സ്ഥലത്തും, സകല ദേശേ, സകല പ്രദേശേ, ഏതിലൊക്കെയാണ്? ഭൂമൗ അന്തരീക്ഷേ സമുദ്രേ പാതാളെ, എല്ലാ സകല സ്ഥലത്തും, സ്വർഗേ, എല്ലാ സ്ഥലത്തിലും, ഇതിൽ ഓരോന്നെടുത്ത് പറയുന്നത് മാത്രം. സകല സ്ഥലത്തും ആരാണ് സഞ്ചരിക്കുന്നത്? ആരാണ് വസിക്കുന്നത്? ആരാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ രുദ്രന്മാരാണ്. ഈ പരമേശ്വരൻ ശ്രീരുദ്രൻ അനേക രുദ്രന്മായിക്കൊണ്ട്, അല്ലെങ്കിൽ രുദ്രഗണങ്ങൾ ആയിക്കൊണ്ട് സകല സ്ഥലത്തും ഈ ആയുധങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് സഞ്ചരന്തി. അസ്മിൻ മഹത്യർണവേ അന്തരീക്ഷേ ഭവ അധി അതിതിഷ്ഠതി, മഹത്യർണവേ അതിതിഷ്ഠതി, മഹസമുദ്രം അതിതിഷ്ഠതി ഈശത്വേനെ, അവിടെ നിലകൊള്ളുന്നു. അതുപോലെ അന്തരീക്ഷത്തിലും നിലകൊള്ളുന്നു. അപ്പോൾ പിന്നെയോ അതി ഭവ അധി രുദ്രാഹ, ഭവാഹ രുദ്രാഹ അസ്മിൻ ഈ മഹത്യർണവേ, ഈ മഹത്തായിട്ടുള്ള സമുദ്രത്തിലും അന്തരീക്ഷേ ഭവ അധി, ഭവാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രുദ്രന്മാർ നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാണ്,
ഇത് ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് തേഷാകും സഹസ്രയോജനേ വധന്വാനി ധന്മസി. തേഷാകും ധന്വാനി, ഇവിടെ വില്ലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രചണ്ഡമായിട്ടുള്ള പിനാകം എന്ന് പറയുന്ന വില്ല്. ശ്രീരുദ്രൻ്റെ വില്ലെന്ന് പറയുന്നത്, ധനുസ് എന്ന് പറയുന്നത് പിനാകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചണ്ട കോദണ്ഡഹസ്ത, കോദണ്ഡം കോദണ്ഡം വില്ല്. ഭീകരമായിട്ട് സംഹാരശക്തിയുള്ള പ്രപഞ്ചത്തെ മൊത്തം നശിപ്പിക്കുന്നതിന് ശേഷിയുള്ള ധനുസ്സാണുള്ളത്. അപ്പോൾ ഈ രുദ്രന്മാരെല്ലാം അതുപോലെ ഏന്തിയിരിക്കുന്നു, വില്ല് ഏന്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഈ വില്ല്, ആ വില്ലിലുള്ള ധനുഷാം, ഈ ധനുസ്സുകളുടെ ജ്ഞാനി എന്ന് പറയുന്നത് ഞാണ്, ജ്ഞാനി വിജ്ഞാനി കുർമഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വയം കുർമഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വയം കരവാമ, ഞങ്ങളത് ചെയ്യും. എങ്ങനെ ചെയ്യും? ഈ വില്ലിലുള്ള ഞാണിനെ ജ്ഞാനി, ധനുഷാം ജ്ഞാനി, ഈ ധനുസിൻ്റെ ഈ വില്ലുകളുടെ സകല രുദ്രന്മാരുടെയും കയ്യിൽ ഉള്ള ആയുധം ആണ് ഈ വില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ വില്ലുകളുടെ ജ്ഞാനി, ജാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാണ്, വിജ്ഞാനി കുർമഹ, ഞങ്ങൾ വിജ്ഞാനി, അതായത് അഴിപ്പിച്ചു വെപ്പിക്കും എന്നാണ് അർത്ഥം. എങ്ങനെ അഴിപ്പിക്കുന്ന അർത്ഥം? പൂജാം കൃത്വ, പ്രാർത്ഥനാം കൃത്വ, ഹോമം കൃത്വ. അപ്പോൾ പൂജ, പ്രാർത്ഥന, ഹോമം ഇത്യാദീൻ കൃത്വ, ഭഗവാനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പൂജകളും മറ്റും ചെയ്തിട്ട് സ്തുതിച്ചുകൊണ്ട്, സ്തുതിക്കുന്ന അവസ്ഥ എന്ത് ചെയ്യും? ഭക്തന്മാരിൽ ഭക്തേഷു രുദ്രഃ പ്രസീദിക്കുന്നു, പ്രസീദതി സന്തുഷ്ടനാകുന്നു എന്നർത്ഥം. ഭക്തന്മാരിൽ സന്തുഷ്ടനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹാണി വർഷതി, ശ്രീരുദ്രൻ അനുഗ്രഹങ്ങളെ വർഷിക്കുന്നു ഭക്തനിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ശ്രീരുദ്രനെ പരമേശ്വരൻ ഞങ്ങളെ പ്രാർത്ഥന കൊണ്ട് ഈ രുദ്രന്മാരോടെല്ലാം, ഈ രുദ്രന്മാർക്കെല്ലാം ഞങ്ങൾ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമസ്കാരേണ, പ്രാർത്ഥനയ, അതുപോലെ പൂജകൾ ചെയ്യുന്നു, ഹോമം ചെയ്തുകൊണ്ട് ഈ ഈശ്വരനെ ഞങ്ങൾ എന്തു ചെയ്യും? സന്തോഷിപ്പിക്കും. അതാണ് വയം കുർമഹ. തേഷാം അവരുടെ കയ്യിലുള്ള ഈ ധനുഷാം ധ്യാനി, ധനുസിൻ്റെ ധ്യാനി ഞങ്ങൾ എന്തു ചെയ്യും? അഥവാ ധനുസിനെ നിർവീര്യമാക്കിക്കും എന്നർത്ഥം പ്രാർത്ഥന ചെയ്തുകൊണ്ട്. ഈ ജ്ഞാനി വിജ്ഞാനി കുർമഹ, വിജ്ഞാനി വിജ്ഞമായിട്ട് വിജ്ഞം ചെയ്തുകൊണ്ട്, അഴിപ്പിച്ചുകൊണ്ട്. പിന്നെയോ ദൂരെ സ്ഥാപയിത്വ, ഇവയെ ദൂരെ അങ്ങ് അകലെ ഞങ്ങൾ കാണാത്ത വിധം സ്ഥാപിപ്പിച്ചുകൊണ്ട്, അതായത് സ്ഥാപിപ്പിക്കും, അങ്ങനെ ചെയ്യിപ്പിക്കും. എങ്ങനെ? പ്രാർത്ഥന, അതുപോലെ തന്നെ പൂജ, ഹോമാദി കർമ്മണൈഹി, ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ, അല്ലയോ രുദ്രന്മാരെ, ഞങ്ങൾ നിന്നും ഈ ഭീകരമായിട്ടുള്ള ഈ ആയുധങ്ങളെ അകലെ വെച്ചാലും ഞങ്ങളുടെ മേലെ പ്രയോഗിക്കാതിരുന്നാലും എന്നർത്ഥം. മൂന്നാമത്തെ മന്ത്രം. നീലഗ്രീവാഃ ശിതികണ്ഠാഃ ശർവാഃ അധഃ ക്ഷമാചരാഃ. നീലഗ്രീവാഃ ശിതികണ്ഠാഃ ശർവാഃ അധഃ ക്ഷമാചരാഃ. എന്നുള്ള മന്ത്രം ചൊല്ലാം. നീലഗ്രീവാഃ ശിതികണ്ഠാഃ ശർവാഃ അധഃ ക്ഷമാചരാഃ. നീലഗ്രീവാഃ, ഈ രുദ്രന്മാരെല്ലാം എങ്ങനെയാണ്? നീലവർണ്ണമുള്ള ഖണ്ഡപ്രദേശമുള്ളവർ. തേഷാം, അവരുടെ ഖണ്ഡം, കഴുത്ത്,
തൊണ്ടയുടെ ഭാഗം എന്താണ്? നീലവർണ്ണമാണ്. നീലവർണ്ണാഹ അല്ലയോ നീലവർണ്ണന്മാരെ, അഥവാ അല്ലെങ്കിൽ നീലവർണ്ണമായ കണ്ടത്തോടു കൂടിയവർ രുദ്രന്മാർ. നീലഗ്രീവാഹ, എന്തുകൊണ്ടാണ് നീലഗ്രീവമായത്? ഗ്രീവം കഴുത്ത്, നീലഗ്രീവം, നീലകണ്ഠന്മാരെ, നീലവർണ്ണത്തോടുള്ള കണ്ഠത്തോടു കൂടി ഉള്ളവരെ, ഗ്രീവാഹ നീലകണ്ഠാഹ. എങ്ങനെയാണ്? കാലകൂട വിഷം അത് കഴിച്ചതുകൊണ്ടാണ്, ശ്രീരുദ്രൻ വിഴുങ്ങിയത് കൊണ്ടാണ് കണ്ഠം, അത് ആ കണ്ഠത്തിൽ തന്നെയാണ് ആ കാളകൂട വിഷം നിലനിൽക്കുന്നത്. ഉള്ളിലേക്ക് പോയിട്ടില്ല, അവിടെ അത് തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കാളകൂട വിഷത്തെ ധരിച്ചവനാണ്. കണ്ടേ കാളകൂട വിഷം രുദ്രഹ ധരതി. അപ്പോൾ ഇവിടെ രുദ്രന്മാരെല്ലാം തന്നെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത്, ഈ കാളകൂട വിഷത്താലാണ് ഈ കണ്ഠപ്രദേശം നീലവർണ്ണ ജാതക, നീലവർണ്ണമായി തീർന്നിരിക്കുന്നത്. പിന്നെയോ ബാക്കി പ്രശ്നം ശിതികണ്ഠാഹ, ശിതി എന്ന് വെച്ചാൽ ശ്വേതവർണ്ണാഹ. അപ്പോൾ ബാക്കിയുള്ള കഴുത്തിൻ്റെ ഭാഗങ്ങൾ അന്യപ്രദേശം എന്തായി മാറിയിരിക്കുന്നു? ഏകസ്മിൻ ഭാഗെ, ഇവിടെ തൊണ്ടയിൽ നീലവർണ്ണവും, പിന്നെയോ അന്യപ്രദേശേ ശ്വേതവർണ്ണാഹ, ഖണ്ഡത്തിൻ്റെ ഗ്രീവസ്യ അന്യപ്രദേശം, തൊണ്ട ഒഴികെ അന്യപ്രദേശം ശ്വേതവർണ്ണവും എന്ന് പറഞ്ഞാൽ, ശ്വേതവർണ്ണം എന്ന് പറഞ്ഞാൽ ധവളവർണ്ണം എന്ന് പറഞ്ഞാൽ വെളുത്ത. ഈ രുദ്രന്മാരിൽ തന്നെ വെളുത്ത വർണ്ണത്തോടു കൂടിയവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധവളവർണ്ണമുള്ളവരാണ് ഈ രുദ്രന്മാരെല്ലാം തന്നെ. അപ്പോൾ ഖണ്ഡപ്രദേശം നീലവർണ്ണവും അതുപോലെ തന്നെ ബാക്കി പ്രദേശം ധവളവർണ്ണവുമായിട്ടുള്ള അല്ലയോ രുദ്രന്മാരെ, എന്താണ്? നീലഗ്രീവാഹ ശിതികണ്ഠാഹ, നീലകണ്ഠാഹ, ഗ്രീവം കഴുത്ത്, ശിതികണ്ഠാഹ കണ്ഠം കഴുത്ത്, നീലഗ്രീവാഹ ശിതികണ്ഠാഹ, ഇത് എല്ലാത്തിനും കണ്ഠം തന്നെയാണ് പറയുന്നത്. തൊണ്ടക്കുഴിക്കും പറയും, ഈ ഭാഗത്തിനും പറയും, അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തിനും കഴുത്ത് തന്നെയാണ് പറയുന്നത്. കണ്ഠം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീവം കഴുത്ത്, കണ്ഠവും കഴുത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണ അത് നീലകണ്ഠൻ എന്ന് പറയുമ്പോൾ തൊണ്ടഭാഗം കണ്ഠം എന്ന അർത്ഥത്തിൽ എടുക്കാറുണ്ട്, അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ നീലഗ്രീവാഹ ശിതികണ്ഠാഹ, ബാക്കിയുള്ള ശിതികണ്ഠ ഗ്രീവസ്യ അന്യപ്രദേശം എങ്ങനെയാണ്? ധവളവർണ്ണ ശ്വേതവർണ്ണ. ശർവാഹ, ശർവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഹാരമൂർത്തി. ശർവൻ സംഹാരമൂർത്തി. ഈ രുദ്രന്മാരെല്ലാം തന്നെ എന്താണ്? സംഹാരമൂർത്തയ, സംഹാരമൂർത്തികളാണ്. ആരെ സംഹരിക്കുന്നവരാണ്? എന്തിനെ സംഹരിക്കും? രുദ്രൻ. ഇവിടെ ദുഷ്ടാനാം, അതുപോലെ തന്നെ കൽപ്പാന്തകാല യദ് സഹ സൃഷ്ടവാൻ തം അതിനെയെല്ലാം തന്നെ കൽപ്പാന്തകാല സംഹരതി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതായത് സൃഷ്ടിക്കപ്പെട്ട സകല സാധനങ്ങളും യദ് സഹ സൃഷ്ടവാൻ, അതിനെയെല്ലാം തന്നെ അതിനെയെല്ലാം തന്നെ സ്വസ്മിൻ ഏവ ലയനം കരോതി എന്ന് പറയുന്നത്, തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു എന്ന്, അതിനാണ് സംഹാരം എന്ന് പറയുന്നത്. അപ്പോൾ കൽപ്പാന്തകാലത്തുള്ള സംഹാരവുമാവാം. കൽപ്പാന്തകാലത്തിൽ എല്ലാത്തിനെയും സംഹരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഇവിടെ ശർവൻ സംഹരിക്കുന്നവൻ, പിന്നെ പാപികളെ സംഹരിക്കുന്നവൻ എന്നും എടുക്കാം. അപ്പോൾ നീലകണ്ഠന്മാരായിട്ടുള്ളവരും ബാക്കിയുള്ളത് ശ്വേതകണ്ഠൻ, ബാക്കിയുള്ള ഭാഗം വെളുത്ത വർണ്ണമായിട്ടുള്ളത് ശ്വേതകണ്ഠന്മാരായിട്ടുള്ളവരും പല വിവിധ പ്രകാരാഹ രുദ്രാഹ, പല രീതിയിലുള്ള രുദ്രന്മാരുണ്ട്, വിവിധ രൂപത്തിലുള്ളവരുണ്ട്.
അതായത് രുദ്രഗണങ്ങൾ എന്നുള്ള പല രീതിയിലുള്ളതാണ്. ദംഷകളുള്ളവർ, വാളേന്തിയവർ, വില്ലേന്തിയവർ, ശൂലമേന്തിയവർ, അതുപോലെ തന്നെ ജടാമകുടം ധരിച്ചവർ, അതുപോലെ ശിതികണ്ഠന്മാർ, അതുപോലെ കബർദികൾ. ശിതികണ്ഠൻ എന്ന് പറഞ്ഞാൽ ദീക്ഷയുള്ളവർ, ജടാമകുടം അതുപോലെ കബർദി ജടാമകുടമുള്ളവർ. ശിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയില്ലാത്തവരാണ്. കേശം വീന മുട്ടതലയന്മാർ. ഇങ്ങനെയുള്ള പല രീതിയിലും ദംഷ്ടകളുള്ളവർ, കൊമ്പുകളുള്ളവർ, ഇതൊക്കെയാണ് രുദ്രഗണങ്ങൾ നമ്മൾ സാധാരണയായിട്ട് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രുദ്രന്മാരെല്ലാം തന്നെ നീലഗ്രീവന്മാരും ശ്വേതകണ്ഠന്മാരും അതുപോലെ തന്നെ ശർവന്മാർ, ഇവരെല്ലാം തന്നെ രുദ്രൻ തൻ്റെ ഇവിടെ ശ്രീരുദ്രൻ്റെ, ശ്രീ പരമേശ്വരൻ്റെ തനിപ്പതിപ്പാണ്. അതായത് ശ്രീരുദ്രൻ തന്നെയാണ് ഇവിടെ അനേകാഹ രുദ്രാഹ ഭൂത്വ, അനേകം രുദ്രന്മാരായിക്കൊണ്ട് സകലതലത്തും ക്രുദ്ധന്മാരായിക്കൊണ്ട് സംഹാരാർത്ഥം ചരന്തി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇതിനു മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നീലഗ്രീവാഹ ശിതികണ്ഠാഹ ശർവാഹ സംഹാരമൂർത്തികളെ, ഈ സംഹാരമൂർത്തികൾ. അധഹ ക്ഷമാചരാഹ, അധഹ എന്ന് പറഞ്ഞാൽ താഴെയുള്ളവർ, ക്ഷമാചരാഹ എന്ന് പറഞ്ഞാൽ സഞ്ചരൻ തിഷ്ടന്തി സഞ്ചരന്തീച, അവിടെ സ്ഥിതി ചെയ്യുകയും നിലകൊള്ളുകയും പിന്നെ സഞ്ചരിക്കുകയും ചെയ്യുന്നവർ അർത്ഥത്തിൽ. തിഷ്ടന്തി അവിടെ സ്ഥിതി ചെയ്യുന്നു, നിലകൊള്ളുന്നു. അധഹ, അധഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാതാളലോകേ. അധഹ എന്ന് പറഞ്ഞെങ്കിൽ ഭൂമേരധഹ, ഭൂമിയുടെ അടിഭാഗത്ത് എന്ന് പറഞ്ഞെങ്കിൽ പാതാളലോകേ അവി രുദ്രാഹ തിഷ്ടന്തി സഞ്ചരന്തി ച. പാതാളലോകത്തിലും, നേരത്തെ പറഞ്ഞു ഭൂമിയിൽ, ഭൂമോപരി, പിന്നെ പറഞ്ഞു മഹത്യർണവേ അന്തരീക്ഷേ ഭവാധി, അതുപോലെ തന്നെ അർണവത്തിലും സമുദ്രത്തിലും അതുപോലെ തന്നെ എവിടെയും അന്തരീക്ഷത്തിലും സഞ്ചരന്തി എന്ന് കണ്ടു. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? അധഹ ക്ഷമാചരാഹ, അധഹ ക്ഷമാചരാഹ തിഷ്ടന്തി ചരന്തി. ക്ഷമ തിഷ്ടന്തി നിവസന്തി, ക്ഷമ ക്ഷമാചരാഹ ചരന്തി. അതുപോലെ സഞ്ചരിക്കുന്നവരും അവിടെ നിവസന്തി, വസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവിടെ സഞ്ചരിച്ചുകൊണ്ട്, എവിടെയും പാതാളലോകേ അഭി. എങ്ങനെ? ആയുധാനി ഹസ്തേഷു ധൃത്വ നിവസന്തി അഭിജ ചരന്തി. പാതാളലോകത്തിലും ആരിരിക്കുന്നു? ഇങ്ങനെ സംഹാരാർത്ഥം രുദ്രമൂർത്തികൾ വസിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അവരും എന്ത് ചെയ്യണം? നമ്മളോട് ഭക്തൻ എന്ത് പറയുന്നു? തേഷാകും സഹസ്രയോജനേ ഭതന്വാനി തന്മസി. അവരുടെയും ആയുധങ്ങളെ ദൂരെ വയ്ക്കട്ടെ, അവരുടെയും തേഷാം ധനുഷാം ജാനി അഭിവിജ്ഞാനി കുർമഹ. അവരുടെ തേഷാം ധനുഷാം, അവരുടെയും ധനുസുകളുടെ ജാനി വിജ്ഞാനി കുർമഹ തന്മഹ, വിജ്ഞാനി തന്മഹ, അവധന്വാനി തന്മഹ, തന്മഹ എന്നിട്ട് കുർമഹ. അവരുടെയും കയ്യിലുള്ള ആയുധങ്ങളെ ഞങ്ങൾ അഴിച്ചു വെപ്പിക്കും. എന്നിട്ടോ പിന്നെയോ അഭിച ദൂരെ സ്ഥാപിതം കുർമഹ, ദൂരെ തന്നെ ഈ ആയുധങ്ങളൊക്കെ തേഷാം ആയുധാനി ദൂരേബി, ആയുധാനി ദൂരേബി സ്ഥാപിതാനി കുർമഹ, അവിടെ സ്ഥാപിക്കപ്പെടുന്നതിനും സ്ഥാപിപ്പിക്കുകയും ചെയ്യും എന്നർത്ഥം. എങ്ങനെ? നമസ്കാരേണ പൂജായാഹ, അതുപോലെ തന്നെ പ്രാർത്ഥനായാഹ, ഹോമേന ഹോമൈഹി, ഹോമങ്ങൾ നടത്തിയിട്ട്, അപ്പോൾ ഇത്യാദീൻ കൃത്വ, ഇവകളൊക്കെ തന്നെ നമസ്കാര പൂജ അതുപോലെ തന്നെ ഹോമ കർമാണി കൃത്വ, ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ആയുധങ്ങളെ ദൂരെ വെപ്പിക്കും, ആയുധങ്ങളെ അഴിപ്പിക്കും. അതായത് ധനുഷിൻ്റെ ഞാണിനെ അഴിപ്പിച്ച് ആയുധങ്ങളടക്കം, ഈ ധനുഷടക്കം ധനുർബാണാദീൻ എല്ലാത്തിനെയും ഞങ്ങൾ ദൂരെ സ്ഥാപിതാനി കുർമഹ, സ്ഥാപിപ്പിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടെന്നർത്ഥം. അടുത്തത്
നാലാമത്തെ മന്ത്രം. നീലഗ്രീവാഹ ശിതിഖണ്ഡാ ദിവകം രുദ്രാ ഉപശ്രിതാഹ. നീലഗ്രീവാഹ ശിതിഖണ്ഡാ ദിവകം രുദ്രാ ഉപശ്രിതാഹ. നീലഗ്രീവ അല്ലയോ നീലവർണ്ണത്തിലുള്ള ഖണ്ഡത്തോടു കൂടിയവനെ നീലഗ്രീവ. ശിതിഖണ്ഡാഹ അതുപോലെ തന്നെ ധവളവർണ്ണത്തോടു കൂടിയ രുദ്രന്മാരും. ബാക്കി ഖണ്ഡത്തിൽ തൊണ്ടയിൽ നീലവർണ്ണവും ഞാൻ മുൻ മന്ത്രത്തിൽ പറഞ്ഞിരുന്നു. അന്യദേശേ ശ്വേതവർണ്ണവുമുള്ള രുദ്രന്മാർ സകല സ്ഥലത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നീലഗ്രീവാഹ ശിതിഖണ്ഡാഹ ധവളവർണ്ണഖണ്ഡാഹ ധവളവർണ്ണത്തിലുള്ള ഖണ്ഡത്തോടു കൂടിയവരായ രുദ്രന്മാർ. പിന്നെ ദിവകം രുദ്ര ഉപശ്രിതാഹ. ദിവം സ്വർഗം. ദിവം എന്നുള്ളത് നമ്മളിവിടെ ചൊല്ലുന്ന അവസരത്തിൽ ദിവകം എന്ന് പറയുന്നു. ചൊല്ലുമ്പോൾ ദിവകം രുദ്ര ഉപശ്രിതാഹ എവിടെയിരിക്കുന്നു? സ്വർഗത്തിലും. സ്വർഗേ അഭി രുദ്രാൻ നിവസന്തി ചരന്തി ച. സ്വർഗേ അഭി രുദ്രാഹ ഉപസ്ഥിതാഹ. രുദ്രന്മാർ എവിടെയുമുണ്ട്? സ്വർഗത്തിലും ഉപസ്ഥിതാഹ. എങ്ങനെ? ആയുധാനി ഹസ്തേഷു വഹന്തക സ്വർഗേ അഭി രുദ്രാഹ തിഷ്ഠന്തി. അനേകാഹ രുദ്രാഹ, അതായത് സഹസ്രാണി സഹസ്രശഃ ആയിരക്കണക്കിന് രുദ്രന്മാർ അവിടെയും നിലകൊണ്ടിരിക്കുന്നു. എവിടെ? സ്വർഗത്തിലും. അവരും നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഉപശ്രിതാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. ഉപശ്രിതാഹ അവിടെ സ്ഥിതി ചെയ്യുന്ന രുദ്രന്മാരും അവരും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? തേഷാകും സഹസ്രയോജനേവ തന്വാനി തന്മസി. അവരും എന്ത് ചെയ്യണം? ഇപ്പോൾ ഭൂമിയിലുള്ള രുദ്രന്മാർ അവരുടെ ആയുധങ്ങളെ ദൂരെ വെക്കട്ടെ, അല്ലെങ്കിൽ ദൂരെ വെപ്പിക്കും ഞങ്ങൾ. അതുപോലെ തന്നെ മഹത്യ അർണവേ അന്തരീക്ഷേ ഭവാതി. അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ സമുദ്രത്തിലും അതിതിഷ്ടന്തം അവിടെ ഈശത്വേനെ തിഷ്ടന്തം ഈശത്വേനെ ഇരിക്കുന്ന രുദ്രന്മാരെ നമ്മൾ എന്തു ചെയ്യുന്നു? പ്രാർത്ഥിച്ചുകൊണ്ട് അവരെല്ലാവരും അവരുടെ ആയുധങ്ങൾ ദൂരെ വെക്കട്ടെ. ദൂരെ സ്ഥാപയന്തു തേഷാം ആയുധാനെ ദൂരെ സ്ഥാപയന്തു. അത് ദൂരെ സ്ഥാപിക്കട്ടെ എന്നുള്ളതാണ്. അത് എങ്ങനെ അത് സ്ഥാപിതായി വയം കുർമഹ ഞങ്ങളത് ചെയ്യിക്കും. എങ്ങനെ? അതുപോലെ ധനുസിൻ്റെ ജാനി ധനുസ്സുകളുടെ ഞാണുകൾ വിജ്ഞാനി കുർമഹ ഞങ്ങളത് ചെയ്യും. അതിനെ ധന്വാനി അവധന്വാനി കുർമഹ ഈ ധനുസ്സുകളെ അവധന്വാനിയാക്കി മാറ്റും എന്ന് പറഞ്ഞെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതി. അത് ഞാനഴിച്ചാൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഞങ്ങളാക്കും. വയം കുർമഹ എന്ന് പറയുന്നുണ്ട്. എങ്ങനെ? നമസ്കാര പ്രാർത്ഥന പൂജാദീൻ കൃത്വ ഇവയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രുദ്രന്മാരെല്ലാം തന്നെ ഭഗവാൻ ശ്രീ രുദ്രൻ പ്രസാദിച്ചുകൊണ്ട് നമ്മളിൽ നിന്നും അത് എങ്ങോട്ടേക്ക് ദൂരെ വയ്ക്കും, അല്ലെങ്കിൽ ശത്രുനാശത്തിനായിട്ട് ഉപയോഗിക്കും എന്നർത്ഥം. അപ്പോൾ ഇവിടെ നീലഗ്രീവാശിതിഖണ്ഡ ദിവകം രുദ്ര ഉപശ്രിതാഹ. ദിവകം സ്വർഗേ അഭി ദിവം സ്വർഗം. സ്വർഗേ അഭി ഈ നീലഗ്രീവന്മാരായ ശ്വേതകണ്ഠന്മാരുമായിട്ടുള്ള രുദ്രന്മാർ അവിടെയും എന്താണ്? ഉപസ്ഥിതാഹ ഹസ്തേഷു പല വിധത്തിലുള്ള വിവിധാനി ആയുധാനി ഹസ്തേഷു ധൃത്വ നിവസന്തി ഉപസ്ഥിതാഹ. അതുമാത്രമല്ല ചരന്തി അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നിലകൊണ്ടുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവരെല്ലാം തന്നെ തേഷാകും സഹസ്രയോജനെ അവതന്വാനി തന്മസി കുർമഹ വയം കരവാമഹ നമസ്കാരം ഞങ്ങളത് ഞങ്ങളത്
മാറ്റി നിർത്തും എന്നർത്ഥം. നീലഗ്രീവാശിതി കണ്ട നീലഗ്രീവാശിതി കണ്ട ദിപകം രുദ്ര ഉപശ്രിതാഹ. സ്വർഗത്തിൽ ദിപകം സ്വർഗേ അപി രുദ്രാഹ തിഷ്ടന്തി ഉപസ്ഥിതാഹ. അപ്പോൾ അവരും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? തേഷാകും സഹസ്രയോജനേവ ധന്വാനി ധന്വസി. അവരും അവരുടെ ആയുധങ്ങളെ ദൂരെ വയ്ക്കട്ടെ, അതുപോലെ തന്നെ ധനുസ്സൊക്കെ ഞാണഴിച്ച് വെക്കട്ടെ എന്നർത്ഥം. അങ്ങനെ ഞങ്ങൾ ചെയ്യിക്കും എന്നർത്ഥം. പ്രാർത്ഥന മുതലായവ, പൂജ മുതലായവ ചെയ്തുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ 4 മന്ത്രങ്ങളും ഒന്നുകൂടെ ചൊല്ലാം. സഹസ്രാണി സഹസ്രോ യേ രുദ്ര അധിഭൂമിയാം തേഷാകും സഹസ്രയോജനേവ ധന്വാനി ധന്വസി. അസ്മിൻ മഹത്യർണവേ അന്തരീക്ഷേ ഭവ അധി നീലഗ്രീവാശിതി കണ്ടാഹ സർവാദഹ ക്ഷമാചരാഹ. നീലഗ്രീവാഹ ശിതികണ്ഠാധിപകം രുദ്ര ഉപശ്രിതാഹ. ഈ 4 മന്ത്രങ്ങൾ ഒറ്റ മന്ത്രമായി കണക്കാക്കിക്കൊണ്ട് പുരസ്ചരണം ചെയ്യണം, അഥവാ മന്ത്രസിദ്ധിക്കായിട്ട് ജപം ചെയ്യേണ്ടിയിരിക്കുന്നു. പഞ്ചസഹസ്രം ജപേത് മന്ത്രസിദ്ധി. പഞ്ചസഹസ്രം 5000 തവണ ഈ മന്ത്രജപം ചെയ്തു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി ലഭിക്കും. ഈ മന്ത്രസിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ ശത്രുനാശത്തിനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ശത്രുനാശനം ഫലം. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ 5ാമത്തെ മന്ത്രവുമായിട്ട് വീണ്ടും കാണാം. ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം.